പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സ് എന്ന അസസ്മെന്റ് ഫോർ ലേണിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വീഡിയോസിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ സെക്കൻഡറി കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 തുടങ്ങിയിട്ടുള്ള വിവിധ പോളിസികളും കമ്മീഷൻസും എക്സാമിനേഷൻ റിഫോംസുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡേഷൻസും അവരുടെ ഒബ്സർവേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA 1992 സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ടാണ് POA പ്രോഗ്രാം ഓഫ് ആക്ഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ രണ്ട് കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിലൊന്ന് ആചാര്യ രാമമൂർത്തി കമ്മിറ്റി 1990, രണ്ടാമത്തെ കമ്മിറ്റി ജനാർദ്ദന റെഡ്ഡി റിവ്യൂ കമ്മിറ്റി 1992. ഈ രണ്ട് കമ്മിറ്റികളുടെ ഈ ഒരു റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 എന്ത് ചെയ്തിട്ടുള്ളത്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് പ്രപ്പോസ്ഡ് എ നാഷണൽ എക്സാമിനേഷൻ റിഫോം ഫ്രെയിംവർക്ക് വിത്ത് പാർട്ടിസിപ്പേഷൻ ഓഫ് UGC, NCERT, AICT ആൻഡ് സ്റ്റേറ്റ് ബോർഡ്സ്. സ്റ്റേറ്റ് ബോർഡ്സ്, UGC, NCERT, AICT തുടങ്ങിയവയുടെയൊക്കെ പാർട്ടിസിപ്പേഷനോടുകൂടി നാഷണൽ എക്സാമിനേഷൻ റിഫോം ഫ്രെയിംവർക്ക് കൊണ്ടുവരണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഈ സ്ട്രാറ്റജീസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഏതെല്ലാം സെക്ടറിൽ എങ്ങനെയെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൂടി തരുന്നുണ്ട്. അതിൽ എലമെന്ററി സ്റ്റേജിൽ പറയുന്നത് ഡെവലപ്പ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഇൻ ലാംഗ്വേജസ്, മാത്തമാറ്റിക്സ് ആൻഡ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ്. അതായത് എലമെന്ററി സ്റ്റേജ് ആയിട്ടുള്ള പ്രാഥമിക തലത്തിൽ കുട്ടികൾ പ്രധാനമായിട്ടും ഈ എൻവിറോൺമെന്റൽ സയൻസ് സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ്, നമ്മൾ പരിസര പഠനം എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷയങ്ങളിലൊക്കെ കുട്ടി എന്ത് ചെയ്യണം, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. സിൻസ് ദർ ഈസ് നോ ഡിറ്റൻഷൻ പോളിസി, ഇവാലുവേഷൻ ഷുഡ് ബി ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ. നോ ഡിറ്റൻഷൻ പോളിസി മീൻസ് നമുക്കറിയാം, ഫെയിൽ ആയിട്ടുള്ള കുട്ടിയെ എന്ത് ചെയ്യുന്നു, ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തുന്നു. നമ്മൾ ചെറിയ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒന്നാണ് അല്ലെ, നമ്മൾ തോൽപ്പിക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പോളിസി എന്ത് വേണ്ട, അങ്ങനത്തെ ഒരു പോളിസിയും വേണ്ട. അതിന് പകരം എന്താണ്, ഇവാലുവേഷൻ ഷുഡ് ബി ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണം, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം. ആ ഒരു ലെവലിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സിസ്റ്റം പോകേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആസ് പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ്. ഇപ്പോൾ എല്ലാ കമ്മീഷനും പറയുന്ന പോലെ ഈ POAയിലും പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കുട്ടിയുടെ ഇന്റേണൽ അസസ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, CCE എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഷുഡ് ഡെവലപ്പ് ഫ്ലെക്സിബിൾ ഇവാലുവേഷൻ സ്കീംസ്. സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം, വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഇവാലുവേഷൻ സ്കീമുകൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ സെക്കൻഡറി സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റേറ്റ് ബോർഡ് ഷുഡ് ഫിക്സ് അറ്റൈൻമെന്റ് ലെവൽ ഫോർ ക്ലാസ്സസ് 8th, 10th ആൻഡ് +1, 11th. സ്റ്റേറ്റ് ബോർഡ്സ് എന്ത് ചെയ്യണം, അറ്റൈൻമെന്റ് ലെവൽസ് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. ഏതൊക്കെ ക്ലാസ്സുകളിലാണ്, നമ്മുടെ 8ാം ക്ലാസ്സിൽ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ, 12ാം ക്ലാസ്സിലൊക്കെ പഠന നേട്ട നിലവാരങ്ങൾ എന്ത് ചെയ്യണം, നിശ്ചയിക്കണം. എന്തെല്ലാമാണ് കുട്ടികൾ പഠിക്കേണ്ടത്, എന്തെല്ലാമാണ് കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ലേണിംഗ് ഒബ്ജക്റ്റീവ് ഷുഡ് ഇൻക്ലൂഡ് നോളജ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ജഡ്ജ്മെന്റ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം കാര്യങ്ങൾ വരണം, നോളജ് വരണം, കോംപ്രിഹെൻഷൻ കുട്ടിക്ക് മനസ്സിലാക്കണം അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ജഡ്ജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരണം, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വരണം. ഇൻട്രൊഡ്യൂസ് ഫ്ലെക്സിബിൾ CCE സ്കീംസ് അക്കോർഡിംഗ് ടു റീജിയണൽ ആൻഡ് സ്കൂൾ നീഡ്സ്. ഓരോ പ്രാദേശിക തലത്തിൽ ആവശ്യമായിട്ടുള്ള, അതേപോലെ തന്നെ സ്കൂൾ തലത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് വരണം, CCE ഫ്ലെക്സിബിൾ ആയിരിക്കണം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റേജിലേക്ക് വരുമ്പോഴോ, കണ്ടക്ട് ഓൾ ഇന്ത്യ സെലക്ഷൻ ടെസ്റ്റ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ്. ഓൾ ഇന്ത്യ തലത്തിൽ എന്ത് നടത്തണം, സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തണം. പ്രൊഫഷണൽ കോഴ്സുകൾക്കും ടെക്നിക്കൽ കോഴ്സുകൾക്കൊക്കെ ഇന്നൊക്കെ നടക്കുന്നുണ്ടല്ലേ, ഒരുപാട്
പരീക്ഷകൾ നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഷുഡ് പ്രിപ്പയർ ഗ്രേഡിംഗ് ഗൈഡ് ലൈൻസ്. ഗ്രേഡ് മാർക്കിന് പകരം ഗ്രേഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ആ ഗ്രേഡിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം? ഗൈഡ് ലൈൻസ് കൊടുക്കണം. ഓർഗനൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഓൺ ഗ്രേഡിംഗ് സിസ്റ്റം. ഗ്രേഡിംഗ് സിസ്റ്റം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഇഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ അറിയുന്ന ടീച്ചേഴ്സ് വേണം. അപ്പൊ അവർക്ക് ട്രെയിനിങ് വേണം, ഓറിയന്റേഷൻ കാര്യങ്ങൾ വേണം. എൻകറേജ് എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാമിനേഷൻസ് പ്രൊമോട്ട് ചെയ്യണം. യൂസ് ദ സർവീസസ് ഓഫ് നാഷണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ ഫോർ ഡിസൈനിങ് ആൻഡ് കണ്ടക്ടിങ് എൻട്രൻസ് ടെസ്റ്റ്. എന്താണ് നാഷണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ? NEO കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളെ രാജ്യത്തുള്ള വിദ്യാഭ്യാസ നിലവാരം, അതേപോലെ തന്നെ കുട്ടികളുടെ പഠന നേട്ടങ്ങൾ, നമ്മുടെ എക്സാമിനേഷൻ പ്രൊസീജിയറുകൾ, ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നാഷണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ സ്ട്രാറ്റജീസ് ഫോർ ഓൾ സ്റ്റേജസ്. എല്ലാ സ്റ്റേജസിനും പറ്റിയിട്ടുള്ള കോമൺ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, ഒന്ന്, focus on higher order abilities such as understanding, application, analysis, synthesis, evaluation. നമ്മൾ ബ്ലൂംസ് ടാക്സോണമി പഠിച്ച പോലെ എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള എബിലിറ്റീസ്, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് കൊണ്ടുവരണം. അതുപോലെ തന്നെ റെഡ്യൂസ് എംഫസിസ് ഓൺ മെമ്മറൈസേഷൻ. റോട്ട് ലേണിംഗ് മെത്തേഡ് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് സെമസ്റ്റർ സിസ്റ്റം വിത്ത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ക്രെഡിറ്റ് അക്യുമുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഗ്രാജുവലി എന്ത് ചെയ്യണം? ഈ സെമസ്റ്റർ സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റം, ക്രെഡിറ്റ് അക്യുമുലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് എക്സാമിനേഷൻ റിഫോം സെന്റേഴ്സ്. എക്സാമിനേഷൻ റിഫോം സെന്റേഴ്സ് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അവ എന്ത് ചെയ്യണം? മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് എക്സാമിനേഷൻ റിഫോംസ് കണ്ടിന്യൂസ്ലി. ഈ എക്സാമിനേഷൻ റിഫോംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ലോസ് എഗെയിൻസ്റ്റ് എക്സാമിനേഷൻ മാൾ പ്രാക്ടീസസ്. ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. അവിടെയുള്ള മാൾ പ്രാക്ടീസസ്, നമ്മൾ പറയാം നീറ്റ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ചോദ്യ പേപ്പർ അല്ലെ ചോർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാൾ പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതിനെതിരെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സ്ട്രെങ്തൻ നാഷണൽ ഇവാലുവേഷൻ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞ NEO കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പോ POA 1992 പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ്, മാത്സ്, എൻവറോൺമെന്റൽ സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ എലമെന്ററി സ്റ്റേജിൽ ഒരു മിനിമം ലെവൽ ഓഫ് ലേണിംഗ് വേണം. അതേപോലെ തന്നെ CCE ഇംപ്ലിമെന്റ് ചെയ്യണം. ഗ്രേഡിംഗ് സിസ്റ്റം, അതിന് കൂടുതൽ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. സെമസ്റ്റർ സിസ്റ്റം ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യണം. എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തണം. പ്രൊഫഷണൽ കോഴ്സുകൾക്കും അതേപോലെ തന്നെ ടെക്നിക്കൽ കോഴ്സുകൾക്കൊക്കെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ടെസ്റ്റുകൾ നടത്തണം. എക്സാമിനേഷൻ റിഫോംസ്, എല്ലാ എഡ്യൂക്കേഷൻ ലെവലിലും എക്സാമിനേഷൻ റിഫോംസ് കൊണ്ടുവരണം. അതേപോലെ തന്നെ എക്സാമിനേഷൻ റിഫോം സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അവ ഇത്തരത്തിലുള്ള എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് നടത്തണം എന്നുകൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് NPERC, അതായത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റിവ്യൂ കമ്മിറ്റി, അല്ലെങ്കിൽ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990. അതായത് NPE കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഒന്നുകൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ആചാര്യ രാമമൂർത്തി ചെയർമാൻഷിപ്പോട് കൂടി ഒരു കമ്മിറ്റി അപ്പോയിന്റ്മെന്റ് ചെയ്തു. അതാണ് NPERC അല്ലെങ്കിൽ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, എക്സാമിനേഷൻ റിഫോം ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് ആൻ ഐസൊലേറ്റഡ് ആക്ടിവിറ്റി. എന്താണ് എക്സാമിനേഷൻ? നമ്മൾ എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സാമിനേഷൻ റിഫോം എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല, ഒരു ഐസൊലേറ്റഡ് ആക്ടിവിറ്റി അല്ല. ഇറ്റ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് കരിക്കുലം റിഫോം, സെമസ്റ്റർ സിസ്റ്റം ആൻഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. കരിക്കുലം റിഫോമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സെമസ്റ്റർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ എക്സാമുകളുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ്? ലിങ്ക്ഡ് ആണ്. സോ എക്സാമിനേഷൻ റിഫോം എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഈ എല്ലാ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, എക്സാമിനേഷൻ റിഫോം should be implemented as a complete package. The package should include semester system, continuous internal evaluation, entrance test, etc. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല. റിഫോം should not be introduced in a piecemeal
മാനർ. റിഫോംസ് എന്തല്ല, ഒരു ഹലോ, റിഫോം ഷുഡ് നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ പീസ് മീൽ മാനർ. അതെന്താണ്, ഒരൊറ്റ തവണ നമുക്ക് ഇതൊരു സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്ത് ഈ എക്സാമിനേഷൻ റിഫോം എന്ന് പറയുന്നത്. സോ ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പ്രാക്ടിക്കൽ പ്രോബ്ലം സച്ച് ആസ് ഡൈവേഴ്സിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡൗട്ട്സ് അബൌട്ട് ഇന്റേണൽ അസസ്മെന്റ് ഷുഡ് ബി അഡ്രസ്ഡ്. ഇത്തരത്തിലുള്ള ഇന്റേണൽ അസസ്മെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷനിലുള്ള വൈവിധ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. എസ്റ്റാബ്ലിഷ് നാഷണൽ എക്സാമിനേഷൻ റിഫോം കമ്മീഷൻ ടു കോർഡിനേറ്റ് ആൻഡ് മോണിറ്റർ റിഫോംസ്. ഒരു നാഷണൽ എക്സാമിനേഷൻ റിഫോം കമ്മീഷൻ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ നേരത്തെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ പറയുന്ന സമയത്ത് നാഷണൽ എക്സാമിനേഷൻ റിഫോം കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു, ഈ ആചാര്യ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റീനെയും ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയെയും ബേസ് ചെയ്തുകൊണ്ടാണ് POA വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതിലും ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും രാമമൂർത്തി കമ്മിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഓഫ് എക്സാമിനേഷൻ റിഫോം ആണ്. കാരണം എക്സാമിനേഷൻ റിഫോം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് അല്ല, സെമസ്റ്റർ സിസ്റ്റം, ഇവാലുവേഷൻ, അതേപോലെ തന്നെ CCE ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഇതുമായൊക്കെ ലിങ്ക് ആയിട്ട് കിടക്കുന്ന ഒന്നാണ് എക്സാമിനേഷൻ റിഫോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് സെമസ്റ്റർ സിസ്റ്റം, കണ്ടിന്യൂസ് CCE എക്സെട്ര. നാഷണൽ എക്സാമിനേഷൻ റിഫോം കമ്മീഷൻ കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുകൂടി ആചാര്യ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് കമ്മിറ്റിയാണ് കേബ് അല്ലെങ്കിൽ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി, 1992. എന്താണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി? ജനാർദ്ദന റെഡ്ഡി എന്ന ചെയർമാന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോയിന്റഡ് ബൈ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കേബ്. 1986 നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്തു. 1990 രാമമൂർത്തി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എല്ലാം നോക്കി. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 1992 ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയും ആര് അനലൈസ് ചെയ്തിട്ടുണ്ട്, ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഇനി വരുന്നത്. ഇൻട്രൊഡ്യൂസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇതെല്ലാം കാണുന്നുണ്ട്. ഫോർ സ്കോളാസ്റ്റിക് ആൻഡ് നോൺ സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് CCE ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സെമസ്റ്റർ സിസ്റ്റം ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ദാൻ സ്കൂൾ എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂൾ എഡ്യൂക്കേഷനിൽ അതായത് സെക്കൻഡറി സ്റ്റേജിലും എന്ത് കൊണ്ടുവരണം, ഗ്രാജുവലി സെമസ്റ്റർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, സെമസ്റ്റർ സിസ്റ്റം സ്കൂൾ സ്റ്റേജിനേക്കാൾ കൂടുതൽ സ്യൂട്ടബിൾ എവിടെയാണ്, ഹയർ എഡ്യൂക്കേഷനിലാണ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഷുഡ് വർക്ക് ടുഗദർ ഫോർ എക്സാമിനേഷൻ റിഫോംസ്. എക്സാമിനേഷൻ റിഫോമിൽ സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒരേപോലെ എന്ത് ചെയ്യണം, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. NCERT ആൻഡ് UGC ഷുഡ് ഗൈഡ് ആൻഡ് പ്രൊമോട്ട് എക്സാമിനേഷൻ റിഫോംസ്. ഈ NCERTയുടെയും UGCയുടെയും AICTയുടെയും ഒക്കെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നാഷണൽ എക്സാമിനേഷൻ റിഫോം കമ്മീഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇവിടെ വേണം. പ്രിപ്പയർ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ എക്സാമിനേഷൻ റിഫോംസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഡെവലപ്പ് എ നാഷണൽ എക്സാമിനേഷൻ റിഫോം ഫ്രെയിംവർക്ക്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് മെക്കാനിസംസ് ഫോർ കോർഡിനേഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് റിഫോംസ്. എന്താണ് ഈ റിഫോംസിന്റെ ഇവാലുവേഷൻ ആയിക്കോട്ടെ, മോണിറ്ററിംഗ് ആയിക്കോട്ടെ, കോർഡിനേഷൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുവരണം. ഡോക്യുമെന്റ് ആൻഡ് ഡിസെമിനേറ്റ് ഇന്നോവേറ്റീവ് എക്സാമിനേഷൻ പ്രാക്ടീസസ്. ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യും വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് CCE കൊണ്ടുവരാൻ പറയുന്നുണ്ട്, എക്സാമിനേഷൻ റിഫോംസിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, മോണിറ്ററിംഗ് സിസ്റ്റം വേണം, നാഷണൽ എക്സാമിനേഷൻ റിഫോം ഫ്രെയിംവർക്ക് വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPA 1986, അതേപോലെ തന്നെ 1990 ആചാര്യ രാമമൂർത്തി കമ്മിറ്റി, 1992 ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി. ഈ മൂന്ന് കാര്യങ്ങളുടെയും ഭാഗമായിട്ടാണ് 1992 പ്രോഗ്രാം ഓഫ് ആക്ഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ
ഓരോ തലത്തിലും ഇന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ഈ 3 കമ്മിറ്റികളുടെയും റെക്കമെൻഡേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.